ഇന്ത്യയിൽ എല്ലാം തയ്യാറാണ്. 74 ദിവസത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാതെ ഒഴിയാത്ത ധാന്യക്കലവറ. അതുകൂടാതെ പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അടിയന്തര സാഹചര്യം നേരിടാൻ കരുതി നമ്മുടെ രാജ്യം ഗോതമ്പ്, അരി, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, പെട്രോളിയം എന്നിവ ആവശ്യത്തിന് കരുതിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. പുറത്തു നിന്നുള്ള എല്ലാ വിതരണവും നിലച്ചാലും 70 മുതൽ 74 ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എണ്ണ കമ്പനികളുടെ പക്കൽ ഏകദേശം 60 മുതൽ 64 ദിവസം വരെ ഉപയോഗിക്കാൻ പാകത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ വൻതോതിലാണ് ക്രൂഡ് ഓയിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നേരത്തെ ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത്. എന്നാൽ 2025 തുടക്കത്തിലെ കണക്കുകൾ അനുസരിച്ച് 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇതിനൊപ്പം കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചതായും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിഭ്രാന്തി വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. രാജ്യത്ത് ആവശ്യത്തിനുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുണ്ടെന്നും വിതരണ ശൃംഖല ശക്തമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട്. പരിഭ്രാന്തരായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട സാഹചര്യം നിലവിലില്ല. പെട്രോളും പാചകവാതകവും രാജ്യത്തിൻ്റെ എല്ലായിടത്തും ആവശ്യത്തിന് ലഭ്യമാണ്. ആളുകൾ അനാവശ്യ തിരുക്കം കാട്ടേണ്ടതില്ലെന്നും കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് പലയിടങ്ങളിലും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി ഇന്ത്യയുടെ പെട്രോളിയം കരുതൽ ശേഖരമാണിത്. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്ഡ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് നിയന്ത്രണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകത്തിലെ മാംഗ്ലൂർ, പദൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണുള്ളത്. അടുത്ത 3 സ്ഥലങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം 90 ദിവസത്തെ എങ്കിലും ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം സൂക്ഷിക്കണമെന്നാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് അരിയും ഗോതമ്പും ഉൾപ്പെടെ 66.17 മില്യൺ ടൺ ധാന്യമാണുള്ളത്. കഴിഞ്ഞ സീസണിൽ പഞ്ചസാര ഉൽപ്പാദനം 18% കുറവായിരുന്നു. നിലവിൽ 5.4 മില്യൺ ടൺ പഞ്ചസാര രാജ്യം കരുതിയിട്ടുണ്ട്. സീസൺ കഴിഞ്ഞാലും 2 മാസത്തേക്ക് കൂടി ഉപയോഗിക്കാൻ നിലവിലെ സ്റ്റോക്ക് മതിയാകും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. കൂടാതെ പരിപ്പ്, കടല തുടങ്ങി പയർവർഗ്ഗങ്ങളും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. സാധാരണ 1 മാസം സ്റ്റോക്ക് സൂക്ഷിക്കാറുണ്ടെങ്കിലും നിലവിൽ 20-25 ദിവസത്തേക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ഇതിന് പരിഹാരം കാണുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം.